നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅക്ക് 2 വാങ്കില്ല. അതാര് കൊണ്ടുവന്നതാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യം വാങ്ക് വിളിക്കും, ജുമുഅൻ്റെ മുമ്പ് ഇമാം മിമ്പറിൽ കയറുന്ന സമയം ജുമുഅയുടെ വഖത്തിൻ്റെ വാങ്ക് കൊടുക്കും. എന്തിനെന്നറിയോ? അന്നത്തെ ആളുകൾ ജുമുഅക്ക് വരാൻ ഒരൽപ്പം താമസിക്കുന്നു എന്ന് മഹാൻ മനസ്സിലാക്കിയപ്പോൾ. സ്വഹാബത്ത് ആരെങ്കിലും പറഞ്ഞോ തങ്ങളില്ലാത്ത കാലത്തുള്ള പരിപാടി വേണോ? ചോദിച്ചില്ല. എന്തുകൊണ്ട്? അതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. ഫിഖ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് വായിക്കലല്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ മനസ്സിലാക്കലാണ്. അതാണ് പണ്ഡിത ദൗത്യം. ഇന്ന് ഹബീബിനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ? അടുത്തൊരു തലമുറക്ക് ഹബ്ബുണ്ടാവുമോ? പുണ്യനബി ആരാണെന്നറിയാൻ ഈ റബീഉൽ അവ്വലിൻ്റെ ഈ ഒരു മൗസിമല്ലാതെ നമുക്ക് അവസരമുണ്ടോ? ഹബീബിന് വേണ്ടി നമ്മൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയും അവിടുത്തെ പുകഴ്ത്തി പറയുകയും സ്വലാത്ത് ചൊല്ലുകയും മൗലിദ് പാരായണം ചെയ്യുകയും നമ്മുടെ മക്കൾ പ്രസംഗിക്കുകയും പാട്ടുപാടുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഹുബ്ബല്ലേ? അത് വേണ്ടെന്ന് പറയാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തെളിവ് വേണ്ട, നമ്മുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾക്ക് തെളിവ് വേണ്ട. പോട്ടെ, റമദാനിൽ ബദർ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രം പറയാൻ തെളിവ് വേണ്ട, തങ്ങളുടെ കാലത്ത് ചെയ്തിരുന്നോ ചോദ്യമില്ല. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചോദ്യമില്ല, വേണ്ട, പ്രശ്നമില്ല. വിശുദ്ധ റബീഉൽ അവ്വലിൽ ഹബീബിനെ കുറിച്ച് പറയുമ്പോഴേക്കും പിന്നെ പ്രശ്നമായി. ആലോചിച്ച് നോക്കണേ, ഇന്ന് നമ്മൾ തർക്കിക്കേണ്ട വിഷയമാണോ ഇത്? ദിസ് ഈസ് എ നെസസിറ്റി ഓഫ് ടൈം. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. റബീഉ പരിപാടികൾ ഈ ഉമ്മത്ത് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഹബീബ് ആരാണെന്നറിയാൻ അവസരമില്ലാതെ പോകില്ലേ? അത് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഇന്നത്തെ കാലത്തിൻ്റെ അനിവാര്യതയല്ലേ അത്? അവർക്ക് ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളും അറിയാൻ അവസരമുണ്ട്. ഈ റബീഉൽ അവ്വൽ പോലും ഇല്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു ഹബീബിന് വേണ്ടി ഒരു ഒത്തുകൂടൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത് ഹബീബിന് ഇഷ്ടമുണ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? സ്വഹാബികൾ ഹബീബിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ? അവർ ഹബീബിനെ സംബന്ധിച്ച് മദ്ഹ് ചെയ്തില്ലയോ? അത് ഈ മാസത്തിൽ മാത്രം പറ്റൂല എന്നെങ്ങനെ പറയാ? എപ്പോഴും ചെയ്തൂടെ? ഹബീബിൻ്റെ ജന്മം നടന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണത്, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം, അതുകൊണ്ട് നിങ്ങളന്ന് സുന്നത്ത് നോമ്പെടുക്കണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വരും ഓരോ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ടും മുറിച്ചിട്ടും ഇപ്പുറത്തും അങ്ങോട്ടും വെച്ചിട്ട് ഇതില്ല വേണ്ട എന്ന് പറയാൽ അതൊരാവേശമാണ്. ഹബീബിനെ സ്നേഹിക്കുന്നുവെന്ന് മാത്രമല്ലേ അവർക്ക് നമ്മളെപ്പറ്റി ആക്ഷേപിക്കാനുള്ളൂ. ഹബീബിനെ സ്നേഹിക്കുന്നു എന്നല്ലാതെ എന്താ അവർക്ക് ആക്ഷേപിക്കാനുള്ളത്? ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയല്ലേ? എന്ന് തുടങ്ങി മൗലിദിൻ്റെ ചരിത്രമെന്നാണ്, ഏത് രാജാവ് തുടങ്ങി, അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ. ഇന്നത്തെ തലമുറക്ക് ഹബീബിനറിയാൻ ഈ ഒരു അവസരം കൂടെ നമ്മൾ നിഷേധിച്ചു കളഞ്ഞാൽ ഒരു തലമുറയോട് ചെയ്യുന്ന അപരാധമല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്നാൽ അള്ളാഹും അവൻ്റെ റസൂലും പാടില്ല എന്ന് പറഞ്ഞ ഹറാമാക്കിയത് ഒന്നുമേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഹബീബിൻ്റെ മദ്ഹ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഹബീബിൻ്റെ സ്വലാത്ത്, അവിടുത്തെ ജനന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ, അതല്ലേ നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറയുന്നത്? ഹബീബായ തങ്ങളെ സംബന്ധിച്ചുള്ള പുകഴ്ത്തലുകൾ, ഇത് ഹുബ്ബല്ലേ? ഈ ഹുബ്ബില്ലെങ്കിൽ ദീനിൽ എന്തുണ്ട്?